ഹായ് ഫ്രണ്ട്സ്, സ്റ്റീ ആൻഡ് ഇൻറ്റീരിയേഴ്സ് എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എൻ്റെ ഈ ചാനലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിവരങ്ങളെല്ലാം തന്നെ ഒരു വീടിന് ആവശ്യമായ വിവരങ്ങൾ മാത്രമാണ്. പുതിയതായി വീട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് എൻ്റെ ഈ ചാനൽ തീർച്ചയായും ഉപകരിക്കും. കാരണം ഒരു വീട് പണിയാൻ ആഗ്രഹിക്കുന്ന ആൾ ഒത്തിരി തയ്യാറെടുപ്പുകൾ നടത്തേണ്ടത് അത്യാവശ്യമാണ്. അതിൽ പ്രധാനമായിട്ടുള്ളത് തടിപ്പണികളെ സംബന്ധിച്ചുള്ള ഒത്തിരി കാര്യങ്ങളാണ്. ഇതിനെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് ഗ്രാഹ്യമില്ല, അറിവില്ല എങ്കിൽ ഒരുപക്ഷെ നമ്മൾ കബളിപ്പിക്കപ്പെടാൻ സാധ്യത കൂടുതലാണ്. ഒരുപക്ഷെ നമ്മൾ നമ്മളുടെ കൂട്ടുകാരോടോ സുഹൃത്തുക്കളോടോ ബന്ധുക്കളോടോ അഭിപ്രായം ചോദിച്ചു എന്നും വരാം. വീട് പണി സംബന്ധമായ കാര്യങ്ങളിൽ നമ്മൾ ചോദിക്കുന്ന ആളുകൾക്ക് കൃത്യമായ അറിവില്ല എങ്കിൽ ഒരുപക്ഷെ നമ്മൾ കൂടുതൽ അബദ്ധത്തിലേക്ക് വീഴാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ഈ ചാനലിൽ ഇട്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ മാത്രമാണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കിച്ചൺ കബോർഡുകളെ കുറിച്ചാണ്. ഈ കിച്ചൺ കബോർഡുകൾ പണിയാൻ ഉദ്ദേശിക്കുന്നവർ ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ സെലക്ട് ചെയ്യുന്ന മെറ്റീരിയലാണ്. കബോർഡ് വർക്കിനായി സെലക്ട് ചെയ്യുന്ന മെറ്റീരിയൽ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കിച്ചൺ കബോർഡുകൾ പണിയുന്നവർ പ്ലൈവുഡുകൾ പരമാവധി ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. പ്ലൈവുഡുകൾ ലോങ് ലൈഫ് കിട്ടില്ല. ഈർപ്പം അടിക്കുന്ന ഇടമായതുകൊണ്ട് ലോങ് ലൈഫ് പ്ലൈവുഡിന് കുറവായിരിക്കും. കിച്ചൺ കബോർഡിൽ ഏറ്റവും അനുയോജ്യമായ മെറ്റീരിയൽ മൾട്ടിവുഡാണ്. ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്കെല്ലാം മൾട്ടിവുഡാണ് ഏറ്റവും അത്യുത്തമം. സാമ്പത്തികം ഉള്ളവരാണെങ്കിൽ, നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അനുവദിക്കുന്നുവെങ്കിൽ WPC ബോർഡ് ഉപയോഗിക്കാവുന്നതാണ്. പരിസ്ഥിതിക്ക് അനുയോജ്യമായ ബോർഡാണ് WPC ബോർഡ്. ആ ബോർഡിൽ ചിതൽ കയറില്ല. വെള്ളം ഈർപ്പം അടിച്ചാലും നമുക്ക് നാശനഷ്ടങ്ങളൊന്നും സംഭവിക്കുകയില്ല. അതേപോലെ തന്നെ മൾട്ടിവുഡിലും ചിതൽ കയറില്ല. വെള്ളം വീണാലും ഈർപ്പം അടിച്ചാലും യാതൊരു കേടുപാടുകളും സംഭവിക്കുകയുമില്ല. ഇനി രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് സ്റ്റോറേജ് സ്പേസ് കൊടുക്കുന്നതിനെ കുറിച്ചാണ്. കിച്ചൺ കബോർഡിൽ എപ്പോഴും മാക്സിമം സ്റ്റോറേജ് സ്പേസിന് പ്രാധാന്യം കൊടുക്കുക. അതിന് നമ്മൾ ഏറ്റവും അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ കബോർഡിൽ, കിച്ചൺ കബോർഡിനുള്ളിൽ അവിടെ ഒരു ടോൾ യൂണിറ്റ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഒത്തിരി സാധനങ്ങൾ നമുക്ക് അതിനകത്ത് അടുക്കി വയ്ക്കാനും ഒത്തിരി ഉപകാരപ്രദമായിരിക്കും. അടുത്തതായിട്ട് കിച്ചണിൽ സെറ്റ് ചെയ്യേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ ഡ്രോയറുകളാണ്. ഏറ്റവും ചിലവ് കുറഞ്ഞ ഒരു രീതിയാണ് ഡ്രോയറുകൾ. സ്ലൈഡർ മാത്രം നമുക്ക് വാങ്ങിച്ചാൽ മതിയാകും. ബാക്കിയെല്ലാം മൾട്ടിവുഡ് കൊണ്ട് അല്ലെങ്കിൽ WPC ബോർഡ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. സാധാരണ ഒരു ഡോറുള്ള ഒരു കബോർഡിൽ, ഒരു യൂണിറ്റിൽ വെക്കുന്നതിനേക്കാൾ ഇരട്ടി സാധനങ്ങൾ നമുക്ക് ഈ ഡ്രോയറിൽ വെക്കുവാൻ സാധിക്കും. കുറച്ചുകൂടി ചിലവ് കൂടിയ ഒരു ഐറ്റം എന്ന് പറയുന്നത് ഡ്രോയറിന് പകരമായിട്ട് ഇന്നോടെക്കുകൾ ഉപയോഗിക്കാം. ഇന്നോടെക്ക്
കുറച്ച് കോസ്റ്റ്ലിയാണ്. എന്നാലത് വളരെ ആകർഷകവും മനോഹരവുമാണ്. ഉപയോഗിക്കാൻ വളരെ എളുപ്പവുമാണ്. 30 കിലോ ഭാരം വരെ ഇന്നോട്ടെക്കിൽ നമുക്ക് വെക്കുവാൻ സാധിക്കും. ഒരു ഇന്നോട്ടെക്കിലെ കാര്യമാണ് കേട്ടോ പറഞ്ഞത്. അതേപോലെ തന്നെ നമുക്ക് കിച്ചണിൽ ഇനി പ്രധാനമായിട്ടും ആഡ് ചെയ്യേണ്ടത് ബാസ്ക്കറ്റുകളാണ്. പ്ലേറ്റ് ബാസ്ക്കറ്റുകൾ ആഡ് ചെയ്യണം, കട്ട്ലറി ബാസ്ക്കറ്റുകൾ ആഡ് ചെയ്യണം, അതേപോലെ പുള്ളൗട്ടുകൾ ആഡ് ചെയ്യണം, ബോട്ടിൽ പുള്ളൗട്ടുകൾ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കിച്ചണിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ എത്ര ചെറിയ കിച്ചണാണെങ്കിലും ഒത്തിരി സ്റ്റോറേജ് സ്പേസ് നമുക്ക് കിട്ടുകയും ചെയ്യും. ഇരട്ടി സ്റ്റോറേജ് സ്പേസ് കിട്ടും. അതുപോലെ തന്നെ അപ്പർ യൂണിറ്റുകൾ പണിയുമ്പോൾ കുറച്ച് ഓപ്പൺ സ്റ്റോറേജും കൊടുക്കാൻ ശ്രദ്ധിക്കുക. എപ്പോഴും ഉപയോഗിക്കുന്ന സാധനങ്ങൾ വെക്കുവാനും കാണാൻ ഭംഗിയുള്ള കുറച്ച് ക്രോക്കറി ഐറ്റംസ് വെക്കുവാനും ഈ ഓപ്പൺ ഷെൽഫുകൾ നമുക്ക് സഹായിക്കും. കിച്ചണിൽ കൂടുതൽ ഭംഗി കൂട്ടുവാനും ഇങ്ങനെയുള്ള ഓപ്പൺ ഷെൽഫുകൾ സഹായിക്കും. കൂടുതൽ ലൈറ്റുകൾ കൊടുക്കുവാനും ശ്രമിക്കുക. എല്ലാ അപ്പർ യൂണിറ്റിൻ്റെ അടിഭാഗത്തും പ്രൊഫൈൽ ലൈറ്റുകൾ കൊടുക്കുക. ചിത്രങ്ങളിലൊക്കെ കാണുന്നത് പോലെ തന്നെ. ഇനി കിച്ചൺ കബോർഡിൽ സെലക്ട് ചെയ്യാനായിട്ടുള്ളത് കളർ തീമുകളാണ്. നിങ്ങൾക്കിഷ്ടമുള്ള, നിങ്ങൾക്ക് അനുയോജ്യമായ കളർ തീമുകൾ ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. അതനുസരിച്ച് നിങ്ങളുടെ കിച്ചൺ കബോർഡുകൾ പണിയാവുന്നതുമാണ്. കിച്ചൺ ടൈലുകളെക്കുറിച്ച്, കിച്ചണിൽ ഒട്ടിക്കുന്ന ടൈലുകൾ, വാൾ ടൈലുകൾ, അതൊരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് പോയി കാണാവുന്നതാണ്. നിങ്ങൾക്കത് വളരെയധികം ഉപകാരപ്പെടുകയും ചെയ്യും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കിച്ചൺ ടൈലുകൾ സെലക്ട് ചെയ്യുവാൻ ആ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകും. എൻ്റെ ഈ ചാനലിൻ്റെ പേര് സ്റ്റിയാൻ ഇൻറ്റീരിയേഴ്സ് എന്നാണ്. എൻ്റെ പേര് സെബാസ്റ്റ്യൻ. ഒരു വീട് സംബന്ധമായ എല്ലാ വിവരങ്ങളും ഞാൻ ഈ ചാനലിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാകുന്നുവെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ വീട് പണിക്ക് ആവശ്യമായ തടികൾ ഏതെല്ലാമാണെന്ന് ഞാൻ ഈ ചാനലിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങളതെല്ലാം പോയി കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏതെല്ലാം തടികളാണ് കട്ട്ല, ജനൽ, ഡോർ, ജനൽപ്പാളി എന്നിവയ്ക്ക് ഉപയോഗിക്കേണ്ടതെന്ന് വ്യക്തമായിട്ട് മനസ്സിലാവുകയും ചെയ്യും. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങളുടെ മുന്നിലേക്ക് എത്രയും വേഗം എത്തിച്ചേരുന്നതാണ്. എല്ലാ ദിവസവും വൈകിട്ട് 5 മണിക്ക് ഞാൻ പുതിയ മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം.